ആദ്യം ഇറാനിലേക്ക് തന്നെ പോകണം. അവിടെ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞ് രാജ്യം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ്. അവിടെ വലിയ പണപ്പെരുപ്പം, വിലക്കയറ്റമൊക്കെ സംഭവിക്കുന്നു. ഒരാഴ്ചയായി ജനകീയ പ്രക്ഷോഭം, അതും അവിടുത്തെ സർക്കാരിനെതിരെ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ആ പ്രക്ഷോഭത്തിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിക്കുന്നു. പ്രക്ഷോഭം അക്രമാസക്തമാകുന്നു. പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടൽ സ്ഥിരമായി സംഭവിക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നുള്ള അതീവ ഗുരുതര സാഹചര്യം അവിടെയുണ്ട്. ഇതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7 ആയി എന്നാണ് ഏറ്റവും പുതിയ കണക്കായി പുറത്തു വരുന്നത്. സ്വേച്ഛാധിപതിയെ താഴെ ഇറക്കുക, ഖമേനിയെ താഴെ ഇറക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധം ഉയരുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇറാനിൽ നടക്കുന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ്. വിലക്കയറ്റം നേരത്തെ പറഞ്ഞതുപോലെ ആ രാജ്യത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നു. ജനങ്ങളൊക്കെ അസംതൃപ്തിയിലാണ്. ഇപ്പോൾ അതിൻ്റെ പ്രതിഫലനം കൂടുതലായി കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലേ? രജിത്ത്, ആ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, 6 മാസം മുൻപാണ് ഇസ്രായേൽ ഇറാനെതിരെ കടുത്ത രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുകയും ഒപ്പം തന്നെ പിന്നാലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക പോലും ഇത്തരത്തിൽ മിസൈൽ ആക്രമണമൊക്കെ നടത്തുകയും ചെയ്ത് അതിൽ നിന്ന് കരകയറി വന്നത് അതിവേഗത്തിലായിരുന്നു ഇറാൻ എന്നുള്ളത് തന്നെയാണ്. അതിൽ പിന്നാലെയാണ് ഇപ്പോൾ ഇറാനെ പിടിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലുള്ളവർ തന്നെ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കറൻസി, ഇറാനിലെ കറൻസിക്ക് ഡോളറിനെതിരെ കൂടുതൽ മൂല്യം ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ ഒരു തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ വ്യാപാരികളായിരുന്നു ഈ ടെഹ്റാൻ നഗരത്തിലെ തലസ്ഥാന നഗരിയായ ടെഹ്റാനിലെ ചില വ്യാപാര ഇടങ്ങളിൽ, ചില മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപാരികളായിരുന്നു ഇത്തരത്തിൽ ആദ്യം തുടക്കത്തിൽ ആക്രമണവുമായി രംഗത്ത്, അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്. അത് പിന്നാലെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അത് പിന്നീട് അതിരൂക്ഷമാകുന്ന കാഴ്ചയാണ് നമുക്ക് ഇറാനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ടെഹ്റാനിലെ നഗരമധ്യത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തലസ്ഥാനത്തിന് പുറമേ ഇസ്ഫഹാൻ, ഷിറാസ്, മഷാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. പലയിടങ്ങളിലും അക്രമകാരികൾ വീടുകൾക്കും ഒപ്പം തന്നെ ഈ സർക്കാർ ഓഫീസുകൾക്കുമൊക്കെ തീയിടുന്ന ഒരു സ്ഥിതിവിശേഷം. ഇങ്ങനെ സേനയുമായും ഒപ്പം തന്നെ പ്രക്ഷോഭകരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇതിനോടകം തന്നെ 7 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരു സുരക്ഷാ ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ആക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ അടിച്ചമർത്തിന് വേണ്ടിയുള്ള ഈ പ്രക്ഷോഭങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്ന സാഹചര്യത്തിൽ അത് അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇറാനെ സംബന്ധിച്ചറിയാം, അവിടെ ഇറാന്റെ സേന ഉണ്ട്, ഒപ്പം തന്നെ മറ്റൊരു സമാന്തര സേനയും ഇറാനിലെ ഈ ഒരു ഖമേനി ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ്. IRGC, അവിടുത്തെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഒരു 4 ട്രൂപ്പ് എന്ന രീതിയിലാണ് അവിടെ ഈ ഭരണം കൈയാളുകയും ഒപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതായത് ഒരു സർക്കാരിൻ്റെ സമാന്തര ഒരു സേന എന്ന രീതിയിലാണ് ഈ സേനാ വിഭാഗം പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത്. അവർ ഇത്തരത്തിൽ ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അത് കാര്യമായ രീതിയിൽ പുരോഗതിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. 2022 ഏറ്റവും ഒടുവിൽ ഇറാനിൽ വലിയ ആഭ്യന്തര കലാപം ഉണ്ടായത്. അന്ന് ഇത്തരത്തിൽ ഹിജാബ് നിയമം ലംഘിച്ചതിന് അറസ്റ്റിലായിട്ടുള്ള ഈ മഹ്സാമിനിയുടെ മരണത്തെ തുടർന്നുണ്ടായ കലാപമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് ഏകദേശം അന്ന് വലിയ സമരത്തിലേക്ക് പോവുകയും വലിയ പ്രതിഷേധത്തിലൊക്കെ പോവുകയും അന്ന് പോലീസ് ഇന്റർനെറ്റ് വിച്ഛേദിച്ചും ഒപ്പം തന്നെ വെടിവയ്പ്പിലൂടെയും ഒക്കെ ആയിരുന്നു ഒരു ആക്രമണത്തെ അവർ ചെറുക്കുകയും ചെയ്തു. അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് കെട്ടടക്കാൻ അവിടുത്തെ സേനാ വിഭാഗങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. പക്ഷേ അന്നുണ്ടായ ഒരു സാഹചര്യമല്ല ഇപ്പോഴെന്നുള്ളതാണ്. അതായത് വലിയ രീതിയിൽ ഈ ഡോളറിന് എതിരെ വ്യാപാരം ഇപ്പോൾ നടത്തുന്ന വലിയ രീതിയിൽ മൂല്യത്തകർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഏറ്റവും ഒടുവിൽ 2015 ഇത്തരത്തിൽ റെക്കോർഡ് തകർച്ചയിലേക്ക് ഈ റിയാൽ പോകുന്നത്. അതായത് അന്ന് ഡോളറിനെതിരെ 32,000 റിയാലായിരുന്നു അന്ന് വ്യാപാരം ഉണ്ടായത്. ആ രീതിയിലായിരുന്നു റെക്കോർഡ് വർധന, ഈ മൂല്യ തകർച്ച ഒക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ 2015 അപേക്ഷിച്ച് 10 വർഷം പിന്നിടുമ്പോൾ ഏകദേശം ഇപ്പോൾ 13,90,000 എന്ന നിലയിലേക്ക്, അതായത് ഡോളറിനെതിരെ റിയാലിൻ്റെ മൂല്യം ഇപ്പോൾ 13,90,000 എന്ന നിലയിലേക്ക് അത്രത്തോളം കുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തത്. അതായത് 2025 നാണയപ്പെരുപ്പം, സാമ്പത്തിക സ്തംഭനാവസ്ഥ, അങ്ങനെ ഒരു ജനജീവിതം എങ്ങനെ ദുരിതമയമാക്കാമോ ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇറാൻ നേരിടുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തലസ്ഥാനത്ത് സർവകലാശാലകളിൽ പ്രതിഷേധമുണ്ട്. വിദ്യാർത്ഥികളടക്കം പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് എന്നറിയുന്നു. സർക്കാർ കെട്ടിടം ആക്രമിക്കുന്ന പശ്ചാത്തലം ഇറാനിൽ സംഭവിക്കുന്ന പശ്ചാത്തലമുണ്ട്. പണപ്പെരുപ്പം 48.6% എത്തുന്ന സാഹചര്യം
GDP വെറും 1.7% കുറയുന്ന പശ്ചാത്തലം, അങ്ങനെ എല്ലാ തരത്തിലും ഇറാനെ ജനത്തിനെ വല്ലാത്ത തരത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളായി മാറുകയാണ്. ഈ ഭരണകൂടം എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ ഈ വലിയ വിലയിടിവിനെതിരെയും ഒപ്പം ഈ വിലക്കയറ്റത്തിനെതിരെയും മറ്റും? അതോ തീർത്തും അപ്രസക്തമായ അല്ലെങ്കിൽ നിഷ്ക്രിയമായ ഒരു ഭരണകൂടമാണോ ഇപ്പോൾ ഇറാനെ നയിക്കുന്നത്? രഞ്ജിത്ത്, അതായത് മസൂദ് പെസഷ്കിയാൻ ഇറാനിയൻ പ്രസിഡന്റ് ഈ സമരക്കാരുമായി അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാരുമായി സംസാരിക്കണം, അവരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് ഭരണകൂടം എന്ന രീതിയിലുള്ള അറിയിപ്പുകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു. ഇതിന് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കായി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരുമായി ചർച്ച ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ പ്രതിഷേധങ്ങൾ ഇങ്ങനെ നടക്കുന്നു, വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭമാണ് നടക്കുന്നത്, ഒപ്പം തന്നെ വ്യാപാരികളുമൊക്കെ രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം. പക്ഷേ ഇവർക്കൊരു സംഘടനയില്ല എന്നുള്ളതാണ് ഈ ആരുമായി ചർച്ചയ്ക്ക് വരുമെന്നുള്ളത്. അതായത് നമുക്കറിയാം, നേപ്പാളിൽ ആദ്യം ജൻസി പ്രക്ഷോഭമൊക്കെ നടന്നപ്പോഴും സമാനമായ രീതിയിലായിരുന്നു ആദ്യം ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായത്. പിന്നാലെയായിരുന്നു അതിലൊരു സംഘടന രംഗത്ത് വരികയും അല്ലെങ്കിൽ അവർ പ്രതിഷേധക്കാർക്കിടയിൽ ഒരു സമാന്തര ഒരു അംഗങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറാകുന്ന അന്ന് നമ്മൾ കണ്ടതാണ്. അതേ രീതിയിൽ ഇവിടെയും അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് ഭരണകൂടങ്ങൾ കണക്കിലാക്കുന്നത്. ഒപ്പം തന്നെ രജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ, അതായത് 40 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 48.6 ഇത്തരത്തിൽ പണപ്പെരുപ്പം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുമൂലം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭക്ഷണ സാധനങ്ങൾക്ക് ഏതാണ്ട് 72%, മരുന്നുകൾക്ക് 50% വില വർദ്ധിച്ചതാണ് ഇത്തരത്തിൽ ജനരോക്ഷം ഇത്രയും അധികം രൂക്ഷമാകാൻ സാധിച്ചത്. അതായത് ഇനിയും കാരണം ഇത് 2025 കണക്കാണ്. ഇപ്പോൾ 2 ദിവസമായിട്ടേ ഉള്ളൂ 2026 പുതുവർഷത്തിലേക്ക് കടന്നിട്ട്. അതിൻ്റെ GDP ഏത് തരത്തിലേക്ക് പോകും? ഒപ്പം തന്നെ ഈ മാർച്ച് 21 മുതൽ ഇത്തരത്തിൽ നികുതി വർദ്ധിപ്പിക്കാനുള്ള ഒരു സർക്കാരിൻ്റെ ഒരു തീരുമാനവും ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം 2025 ഡിസംബർ അവസാനത്തോടു കൂടി ഇത്തരത്തിലൊരു പ്രഖ്യാപനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് ഈ മൂല്യത്തകർച്ചയും പണപ്പെരുപ്പവും ഒക്കെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിൽ നികുതി കൂടുതൽ ഈടാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളൊരു വിലയിരുത്തൽ ഇത്തരത്തിൽ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഖമനേയുമായി, അത് നമുക്കറിയാം, അവിടുത്തെ സർവാധിപതി എന്ന രീതിയിലാണ് ഖമനേയി മുന്നോട്ട് പോകുന്നത്. പെഹ്ലവി ഭരണം അട്ടിമറിച്ചതിന് ശേഷം പിന്നീട് തുടർച്ചയായി ഭരണം കൈയാളുന്നത് ഇത്തരത്തിൽ ഖമനേയി തന്നെയാണ്. അവരൊരു ജനാധിപത്യ വ്യവസ്ഥ ഉണ്ട് എങ്കിൽ പോലും തന്നെ എന്ന് പറയുമ്പോൾ പോലും തന്നെ ഇത്തരത്തിൽ ഖമനേയി എന്താണോ പറയുന്നത്, അവിടുത്തെ പരമോന്നത നേതാവ് എന്താണോ പറയുന്നത്, അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെതിരെ ഇത്തരത്തിൽ നികുതി ചുമത്താനുള്ളൊരു നീക്കം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. അത് ജനത്തെ കൂടുതൽ ചൊടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും അവർ നോക്കിക്കാണുന്നത് ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെയും യുഎസിൻ്റെയും ഒക്കെ ഒരു പിന്തുണ, അതായത് ഈ പ്രക്ഷോഭകാരികൾക്ക് വലിയ പിന്തുണ അമേരിക്കയും ഒപ്പം തന്നെ ഇസ്രായേലും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് അവിടുത്തെ വരാൻ പോകുന്ന ഇറാനെ സമ്പുഷ്ടമാക്കുകയും ഒപ്പം തന്നെ അവിടുത്തെ ജനജീവിതം കൂടുതൽ സുഗമനമാക്കുന്നതിനും വിദ്യാർത്ഥികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണം. ഇപ്പോൾ ഇറാനിലെ ജനത കൊടിയ ഭീകരതയാണ് നേരിടുന്നത്. കൊടിയ രീതിയിലുള്ള ചില ആക്രമണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അത്തരത്തിൽ നികുതിയിലൂടെ ഇത്തരത്തിൽ ജനങ്ങളെ കൂടുതൽ അവരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ട് അവരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് അവിടുത്തെ ഭരണകൂടം മാറുന്നു എന്ന രീതിയിലാണ് ഇത്തരത്തിൽ യുഎസിൻ്റെയും ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെയും ഒക്കെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധാപൂർവമാണ് ഇത്തരത്തിൽ ഇറാനിയൻ ഭരണകൂടം നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, 6 മാസം കാലമായി മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ആണവ സമ്പുഷ്ടീകരണം, അത് കൂടുതൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി ഇറാൻ മുന്നോട്ട് പോവുകയും അതിന് ഇത്തരത്തിൽ ഇസ്രായേൽ രംഗത്ത് വരികയും ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഉണ്ടാകുകയും ചെയ്തത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇവരുടെ ഈ ഒരു പിന്തുണ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭകാരികൾക്ക് നൽകുന്ന പിന്തുണ അത് തങ്ങളുടെ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി വഴിവെച്ചേക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ സാഹചര്യം ഏതായാലും ഒട്ടും ആശാവഹമല്ല ഇറാനിലെ കാര്യങ്ങൾ എന്നുള്ളതാണ്. ഒരു സർക്കാരിന് ഇടപെട്ട് പരിഹരിക്കാവുന്ന പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് അത് വളർന്നു കഴിഞ്ഞുവെന്നാണ് MG മിഥുൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ വിലക്കയറ്റമുണ്ട്, പണപ്പെരുപ്പമുണ്ട്, സാമ്പത്തികമായ അസ്ഥിരതയുണ്ട്, ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്ത സാഹചര്യമുണ്ട്, സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത തരത്തിൽ ഉള്ള പ്രശ്നങ്ങളുണ്ട്, ക്ഷാമമുണ്ട്. അങ്ങനെ ഒരു വലിയ മൂല്യത്തകർച്ച ഡോളറിനെതിരെ ഉണ്ടായ സാഹചര്യം ഇറാനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇവിടെയാണ് ജനം തെരുവിലിറങ്ങി സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭം അതുമായി മുന്നോട്ട് പോകുന്നത്.